നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയിടം തുറന്നു. വിവാദ കല്ലറയ്ക്കുള്ളിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തി. കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന നിലയിലാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കല്ലറയിൽ ഭസ്മവും പൂജാദ്രവ്യങ്ങളുമുണ്ട്. കല്ലറയ്ക്കുള്ളിൽ മൃതദേഹത്തിൻ്റെ നെഞ്ചുവരെ ഭസ്മവും പൂജാദ്രവ്യങ്ങളും കൊണ്ട് നിറച്ച നിലയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ വ്യാഴാഴ്ച രാവിലെ തന്നെ സമാധിയിടം തുറക്കാനുള്ള നടപടി ആരംഭിച്ചിരുന്നു. പ്രദേശത്ത് പോലീസിൻ്റെ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ സമാധിയിടം നിലനിൽക്കുന്ന സ്ഥലം പോലീസ് കാവലിലാണ്. ഇവിടേക്ക് പോലീസിനും ഉദ്യോഗസ്ഥർക്കും മാത്രമേ പ്രവേശനമുള്ളൂ. സമാധിയിടം മറച്ചിട്ടുമുണ്ട്. രാവിലെ 7 മണിയോടെ സബ് കളക്ടർ ആൽഫ്രഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ആളുകൾ സ്ഥലത്ത് വരുന്നതിനും പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമാധിയിടം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്താൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. അതിനു പിന്നാലെ പോസ്റ്റ്മോർട്ടം നടക്കും. സമാധിയിടം പൊളിക്കുന്നതിനെതിരെ കുടുംബം നൽകിയ റിട്ട് ഹർജിയിൽ ബുധനാഴ്ച ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അതിയന്നൂർ കാവുവിളാത്ത് സിദ്ധൻ ഭവനിൽ ഗോപൻ സ്വാമി എന്ന് നാട്ടുകാർ വിളിക്കുന്ന മണിയൻ സമാധിയായതെന്ന് വീട്ടുകാർ പോസ്റ്റർ പതിപ്പിച്ച് നാട്ടുകാരെ അറിയിച്ചത്. വ്യാഴാഴ്ച വലിയ തോതിൽ പ്രതിഷേധമുയരുന്നില്ലെന്നാണ് പോലീസ് കരുതുന്നത്. ശക്തമായ പോലീസ് കാവൽ കാവുവിളാകത്തുണ്ട്. വീട്ടുകാരെ പോലീസിൻ്റെ സുരക്ഷാ കസ്റ്റഡിയിലുമാക്കും. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് മണിയൻ്റെ മകൻ്റെ ഭാര്യയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവർക്കൊപ്പം മണിയൻ്റെ ഭാര്യ സുലോചനയും മകൻ രാജസേനനുമുണ്ട്. പോലീസ് ഇവർക്ക് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിലും കോൺക്രീറ്റ് അറയ്ക്കും സമീപവും പോലീസ് കാവലുണ്ട്.